ആണ്. ഇടുക്കിയിൽ ഗൃഹനാഥനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നുള്ള ദാരുണമായൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. നെടുങ്കണ്ടം തേവാരമിട്ട് ഭോജൻ കമ്പനി സ്വദേശിയായ മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. സഹോദരന്റെ മക്കളായ ഇരട്ടകളാണ് കൃത്യം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എങ്ങനെയായിരുന്നു ഈ കൊലപാതകം നടന്നത്? അതും ഇരട്ടകൾ ഒരു കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് നമ്മളധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. എന്താണ് കൂടുതൽ നടപടികളൊക്കെ പോലീസ് സ്വീകരിച്ചു? അനുശ്രീ, കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഈ കൃത്യം തമിഴ്നാട് അതിർത്തി മേഖലയായ ദേവാരപ്പെട്ട് നടക്കുന്നത്. മരണപ്പെട്ട മുരുകേശന്റെ സഹോദരന്റെ മക്കളാണ് കൃത്യം നിർവഹിച്ചത്. രണ്ടുപേർ, അതായത് ഇരട്ടകളായ വിഘ്നേശ്വർ എന്നിവർ ചേർന്നാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയോടൊക്കെ അടുപ്പിച്ച് ഇവർ ഇവരുടെ പിതൃസഹോദരന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ്. ഒരു ഭിത്തിയുടെ ഇത് മാത്രമേ ഉള്ളൂ. ആ വീട്ടിലേക്ക് എത്തുകയും അതിനുശേഷം ഇവർ ആക്രമണം നടത്തുകയുമായിരുന്നു. ഈ സഹോദരന്മാരിൽ അയാളെ കയറി പിടിച്ചു നിർത്തുകയും മറ്റേയാൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണ് കൃത്യം നിർവഹിച്ചത്. ഈ ഒരു സമയത്ത് ഒരു കുട്ടി ഈ വീട്ടിലുണ്ടായിരുന്നു. അതുപോലും കണക്കിലെടുക്കാതെയാണ് ഇവർ വളരെ പൈശാചികമായ ഈ കൃത്യം നിർവഹിച്ചത്. അതിനുശേഷം ഇവർ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. സമീപ പ്രദേശങ്ങളിലൊക്കെ വനമേഖലയൊക്കെ ഉണ്ട്, തമിഴ്നാടിന്റെ വനമേഖലയൊക്കെ ഉണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ പോകുന്നതിനായി ശ്രമിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് നാട്ടുകാരെ പോലീസിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുകയും ഇരുവരെയും പിടികൂടുകയുമായിരുന്നു. എന്തായാലും ഈ കൃത്യം നടത്തിയത് ഈ വിഘ്നേശ്വർ എന്ന ആൾക്ക് തമിഴ്നാട്ടിലെ ചില കേസുകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത് ഈ അവരുടെ ബന്ധുവായ ഈ കൊല്ലപ്പെട്ട ആളാണ് എന്നാണ് ഇവർ ആരോപിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇരുവരും ചേർന്ന് ചെയ്യുന്നത്. അതിനുശേഷം ഇവരെ ആക്രമിക്കാൻ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഒപ്പം ചില സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നത്. തമ്മിലുള്ള ഒരു തർക്കവും നിലനിന്നിരുന്നു. ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് ഇവർ നീങ്ങുന്നത്, ഇത്ര സഹോദരങ്ങൾ നീങ്ങുന്നത്. അതിനുശേഷം ഈ വീട്ടിലെത്തുകയും ഈ സമയത്ത് ഇവർ രണ്ടുപേരുടെ വീട് അടുത്തടുത്തായാണ്. ഒരു വീടിന്റെ ലയങ്ങളൊക്കെ ഉള്ള തോട്ടമേഖലയിലെ ലയങ്ങളൊക്കെ സമാനമായ രീതിയിലുള്ള വീടുകളാണ് ഇവരുടെ വീടുകൾ. ആ വീടിന്റെ അടുത്തുള്ള വീട്ടിലേക്ക് ചെല്ലുകയും ഇത്തരത്തിൽ ഇവരെ പിടിച്ചു നിർത്തി ആക്രമണം നടത്തുകയുമായിരുന്നു. മദ്യലഹരിയിലുമായിരുന്നു ഇരുവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം ഇവർ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു. ഈ കൊല്ലപ്പെട്ട ആളുടെ ഒരു ഫോണൊക്കെ ഉപകരിച്ചുകൊണ്ടാണ് ഇവരിൽ ഒരാൾ ഇവിടുന്ന് കടക്കുന്നത്. എന്നിട്ട് സമീപത്തെ ഒരു ഹോട്ടലിലെത്തി സിഗരറ്റ് ഒക്കെ മേടിച്ച് പോവുകയും ചെയ്തു. ആ സമയത്ത് ഈ കടയുടമ എന്താണ് രക്തം കയ്യിലുള്ള ദേഹത്ത് പറ്റിയതായി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴേക്കും അത് താമസിയാതെ ഈ വിവരമൊക്കെ പുറത്തറിയുമെന്ന് ഇയാൾ പറഞ്ഞതിന് ശേഷം ഇയാൾ ഈ കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ സമീപത്തെ വനമേഖലയിലൊക്കെ സമീപത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഈ കൃത്യം നടന്ന ശേഷം ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തുടർന്ന് ഇവർ ഈ ഫോൺ കൊല്ലപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് എടുത്ത ഫോൺ ഉപയോഗിച്ച് മറ്റു ബന്ധുക്കളെ വിവരം അറിയിച്ചു. ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നതായി വിവരം അറിയിച്ചു. തുടർന്ന് അപ്പോഴേക്കും പോലീസും നെടുങ്കണ്ടം പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇവരെ തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. പിന്നീട് ഇവരെ ഈ സമീപ പ്രദേശങ്ങളിൽ രണ്ടിടത്തുനിന്നായാണ് ഇവരെ കണ്ടെത്തിയത്. അതായത് കൃത്യം നടത്തിയ ശേഷം ഇരുവരും 2 ഭാഗങ്ങളിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. എന്തായാലും രണ്ടുപേരെയും പിടികൂടാൻ ഇന്നലെ തന്നെ പോലീസ് സാധിച്ചു. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തി മേഖലയിലെ വനമേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇരുവരെയും പിടിക്കാൻ സാധിച്ചു. ഉൾവനത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പിടിക്കാൻ സാധിച്ചു. എന്തായാലും മറ്റു നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം പ്രതികളെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രിൻസ്, ഈ മുരുകേശനെ കൊലപ്പെടുത്തിയതിൽ നല്ല വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അത്തരത്തിൽ എന്തെങ്കിലും വെളിപ്പെടുത്തൽ ഈ ഇരട്ടകളായ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ പോലീസിനോട്? കൃത്യമായും ഇവർ വ്യക്തമായ പദ്ധതി ഒരുക്കിയോ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തോട്ടമേഖലയാണ്. തൊഴിലാളികളൊക്കെ ലയങ്ങളൊക്കെ ഉള്ള തമിഴ് തോട്ടം തൊഴിലാളികൾ നിരവധി താമസിക്കുന്ന മേഖലയിലുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ പ്രദേശത്ത് എപ്പോഴും കാണുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ജോലിക്കായി പോകുന്ന സമയമാണ് ഇവരെ തിരഞ്ഞെടുത്തത്. മറ്റാളുകളൊന്നും തൊഴിലാളികളൊന്നും ഈ വീടുകളില്ലാതിരിക്കുന്ന സമയം നോക്കിയാണ് ഇവിടെ എത്തിയതും. ഇയാൾ ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞ് അത്തരത്തിൽ എത്തുകയുമായിരുന്നു. ഒരു കുഞ്ഞു കുട്ടി അവിടെ ഉണ്ടായിരുന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് വിവരങ്ങൾ അറിയത്തില്ല. എങ്കിൽ പോലും ഈ കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇവർ അതിക്രമിച്ച് ഈ വീട്ടിൽ ചെന്ന് ഇരുവരും ചേർന്ന് ഇതിലൊരാൾ ഈ കൊല്ലപ്പെട്ടയാളെ പിടിച്ചു നിർത്തുകയും മറ്റേയാൾ ആക്രമണം നടത്തുകയുമായിരുന്നു. അത്തരത്തിലാണ് ഇവർ ഈ കൃത്യം നിർവഹിച്ചത്. എന്തായാലും കൃത്യമായ ഒരു പദ്ധതി ഒരുക്കിയ തന്നെയാണ് ഇരുവരും ചേർന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും കൊലപാതകത്തിലേക്ക് നടത്തുകയും ചെയ്തത്. അതിൽ ആയുധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആയുധമടക്കമുള്ളവ കണ്ടെത്തുന്നതിനായി ഉള്ള നടപടികളൊക്കെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ ഈ മേഖലയിൽ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആസൂത്രണം ഇരുവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. കൃത്യമായി ഈ മുൻപ് മറ്റു പല കേസുകൾ കേസിന്റെ പേരിൽ തമിഴ്നാട്ടിലെ പല മേഖലയിലെ കേസുകളുണ്ട്. ആ വിവരങ്ങളൊക്കെ പോലീസിന് കൊടുക്കുന്നത്. അപ്പം
കേരളത്തിലേക്ക് വിഘ്നേഷ് എത്തുന്ന സമയത്തും കൈമാറുന്നതും ഈ മുരുകേശനാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇവർ നിർത്തിക്കൊണ്ടിരുന്നത്. ഒപ്പം സാമ്പത്തികമായ മറ്റ് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും മറ്റ് ചില നാട്ടുകാർ പറയുന്ന ഇവരുടെ ബന്ധുക്കൾ, അതായത് ഈ സഹോദരങ്ങളൊക്കെ വലിയ തോതിൽ അടുത്ത് ഇടപഴകി ജീവിച്ചിരുന്നവരാണ്. ഒപ്പം ഈ കൊലപാതകം നടത്തിയവർ പോലും മറ്റുള്ള കൊല്ലപ്പെട്ട ആളുടെ കൂട്ടത്തിൽ ജോലിക്ക് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഒരു കൊലപാതകത്തിലേക്ക് ഇരുവരും ചേർന്നത്. എന്തായാലും വലിയ തോതിലുള്ള മദ്യലഹരിയിൽ തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നതും. ഇരുവരും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസ് കണ്ടെത്തുന്ന സമയത്ത് മദ്യ ലഹരിയിൽ തന്നെയായിരുന്നു. കൊലപാതകം നടത്തുന്ന സമയത്തും അമിതമായി മദ്യപിച്ച ശേഷമാണ് ഇവർ ഈ വീട്ടിലേക്ക് എത്തി കൃത്യം നിർവഹിച്ചത്. എന്തായാലും ഈ കൃത്യമായ ഒരു പ്ലാനിംഗ് നടത്തി അതിനുശേഷം ഈ വീട്ടിലേക്ക് വന്നു. ആളുകൾ ഇല്ല എന്നുള്ള കൃത്യസമയം തിരിച്ചറിഞ്ഞ് ആ സമയത്തേക്ക് നോക്കിയാണ് ഇവർ ആക്രമണം നടത്തിയത്. അനുശ്രീ പ്രിൻസ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുരുകേശൻ ഈ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും എന്നതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയുമ്പോഴും കുടുംബപരമായി മറ്റെന്തെങ്കിലും പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ വിഘ്നേഷുമായി ബന്ധപ്പെട്ട ചില കേസുകൾ, തമിഴ്നാടുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. ആ വിവരങ്ങൾ പോലീസിന് കൈമാറുന്ന ഇദ്ദേഹമാണ് എന്നൊരു ആരോപണം ഇവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കൃത്യമായ അത്തരത്തിൽ ഈ ആരോപണം ഇവർ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഇവരെ വിഘ്നേശ്വരനെ തേടിയെത്തുന്ന ഒരു സമയത്തൊക്കെ അത് തേടുകയും അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് അത് ഈ മുരുകേശൻ മുഖേനയാണ് എന്നാണ് ഇവർ കരുതിയിരുന്നത്. അതാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കൃത്യം നടക്കുന്നതിനായി ഇവരെ പ്രേരിപ്പിച്ചത്. ഒപ്പം സാമ്പത്തികമായ ചില പ്രതിസന്ധികളുണ്ടായിരുന്നു. ഇവരെ കൊല്ലപ്പെട്ട മുരുകേശന്റെയും ഈ കൃത്യം നടത്തിയ അവരുടെ പിതാവും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപെടലുകളുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രിൻസ്, അതുപോലെ തന്നെ ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പോലീസിന് വിവരം ലഭിച്ചതായി അറിവുണ്ടോ? അനുശ്രീ, മറ്റു ആളുകൾക്ക് ഇതിനകത്ത് ബന്ധമുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല. എങ്കിലും ഈ വിവരങ്ങൾ ഈ സംഭവം നടന്ന ശേഷം ഇവർ അടുത്ത ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നു. അതായത് മുരുകേശന്റെ ഫോൺ ഇവർന്ന് ഇതിൽ ഒരാൾ എടുത്തുകൊണ്ട് പോവുകയും അടുത്തൊരു കൃഷിസ്ഥലത്ത് എന്നിരുന്ന വിവരങ്ങൾ വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ തന്നെ ഈ വിവരങ്ങൾ നാട്ടുകാരും ഈ ബന്ധുക്കളും ഒക്കെ പോലീസിന് കൈമാറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ തന്നെയാണ് കൃത്യമായ ആ കൃത്യം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതികളെ പിടികൂടാനും പോലീസിനും സഹായിച്ചു. നാട്ടുകാരുടെ ഒരു കൃത്യമായ ഇടപെടലും പോലീസിന് സഹായത്തിനും ഒപ്പം ഉണ്ടായിരുന്നു. അതും വലിയ തോതിൽ ഇവർ കൂടുതൽ വനമേഖലയിലേക്ക് പോകുന്നതിനൊക്കെ മുൻപ് തന്നെ ഇവരെ പിടികൂടുന്നതിനും സഹായകരമായി. എന്തായാലും മറ്റുള്ള ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള പങ്കുണ്ടോ എന്നത് വ്യക്തമല്ല. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടെയുള്ള തെരച്ചിൽ, കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗം ഉണ്ടാകുകയും വലിയ താമസം കൂടാതെ തന്നെ പ്രതികളെ കസ്റ്റഡിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മറ്റു നടപടികളെല്ലാം പൂർത്തീകരിച്ച് പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. അനുശ്രീ, ഇടുക്കിയിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഇരട്ടകളായ സഹോദരങ്ങൾ ചേർന്നാണ് ഒരാളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു